പോയിട്ടോ? എങ്ങടാ പോയത് പറ. ഇതെന്താ മോത്തൊക്കെ? എന്താ കഴിച്ചേ? തന്നില്ലല്ലോ. ഇല്ല തന്നില്ല. അമ്മ വായനൊന്നുമില്ല. തെറ്റി. നമ്മുടെ കുട്ടികളെ ഇച്ചാണ്ട് വത്താണ് ഇവിടെ. ഒന്നും പറഞ്ഞല്ലോ പറയട്ടോ. ഹലോ പറ, ചോദിക്കി. ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് അധികം ബാഗുകളാണ് കാണുന്നത് കേട്ടോ. ഒരു 5 ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഓരോന്നും എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമുക്ക് ആമസോണിനാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ആമസോണിൽ നമ്മുടെ ഈ 4-ാം തീയതി വരെ, ഈ ഒരു ജൂൺ 4 വരെ വാർഡ്രോബ് റീഫ്രഷ് സെയിൽ ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മേടിക്കുകയാണെങ്കിൽ പ്രീമിയം ബ്രാൻഡ്സിലൊക്കെ നമുക്ക് 50 മുതൽ 80% വരെ ഓഫ് വരുന്നുണ്ട്. ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഈ ഒരു ലെവി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഈ ഒരു ഹാൻഡ് ബാഗ് ആണ്. അത്യാവശ്യം വലിപ്പം നോക്കിയിട്ടെടുത്താണ്. ഇപ്രാവശ്യം ബാഗുകളൊക്കെ നമുക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട്, ഇപ്പോൾ ഓഫീസിലേക്കാണെങ്കിലും കോളേജിലേക്കൊക്കെ ആണെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബാഗാണ്. ഇതിന്റെ വേറെ കളർ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ബാഗിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വലിയ കള്ളി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് നോക്കി പറഞ്ഞുതരാം. 1000 സംതിങ് വരുന്ന ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ 500-ന്റെ 400-ന്റെ ഒക്കെ ബാഗുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഇപ്പൊ റേറ്റ് കാണിക്കുന്നത് 1349 രൂപയാണ്. ബോക്സ് ലെതറാണ് ഇതിന്റെ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ 5 കമ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. ഈ ഒരു മെയിൻ ആയിട്ടുള്ള നമ്മൾ ഇവിടെ ഇങ്ങനെ സിപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഫസ്റ്റത്തെ ഈ ഒരു കള്ളി വരുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പൊ ഒന്നല്ലേ ഇത് 2, 3, 4 അപ്പൊ ഒന്ന് ഏകദേശം ബാക്കിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ അടുത്ത് വന്നിട്ട് ഇതേപോലെ തന്നെ സിപ്പ് ക്ലോഷർ വരുന്നത്. ഇവിടെ സിപ്പ് നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കള്ളി വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള 2 കള്ളികൾ വരുന്നുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ഇതാ ഇങ്ങനത്തെ ഒരു സിപ്പ് പോക്കറ്റ് കൂടെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഇതിലൊക്കെ എന്തെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് നമുക്കിപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബാഗിലും ഇപ്പം കുടയും അതേപോലെ തന്നെ നമ്മളെ ഭക്ഷണം കൊണ്ടുപോകണമെങ്കിൽ അതൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ബാഗ് എടുക്കുമ്പോൾ ഈ അടിയിൽ എത്ര സ്പേസ് ഉണ്ട് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ബാഗ് ഉണ്ടാവും അടിയിൽ വെറുതെ ഇങ്ങനെ. അപ്പൊ നമുക്ക് അധികം സാധനങ്ങൾ കൊള്ളില്ല. പക്ഷെ ഇങ്ങനത്തെ ബാഗ് ആണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പോകട്ടോ. നല്ല ബാഗാണ്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ബാഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അടുത്തത് ഈ ഒരു ബാഗ് കാണിച്ചു തരാം. ഇത് വന്നിട്ട് കാരിലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു ബാഗാണ്. ഇതിന് എനിക്ക് തോന്നുന്നു 400 സംതിങ് ആണ് ഈ ഒരു ബാഗിന്റെ റേറ്റ് വരുന്നത്. ഇത് നല്ല എന്താ പറയാ, നല്ല സോഫ്റ്റ് ആയിട്ട് സംഭവം. സോഫ്റ്റ് ചില ബാഗൊക്കെ മേടിക്കുന്ന സമയത്ത് ഞാൻ മുൻപ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇതിന്റെ ആയിരുന്നു, ലെവിന്റെ ആണോ ഫാസ്റ്റ് ട്രാക്കിന് എനിക്ക് പോകുമ്പോൾ ഭയങ്കര ഹാർഡായിരുന്നു. നമുക്കിങ്ങനെ തൊടുമ്പോൾ ഭയങ്കര മരം പോലെ ഇരിക്കില്ലേ. പക്ഷെ ഇത് കണ്ടോ ഇങ്ങനെ ഭയങ്കര, എനിക്ക് ഇങ്ങനത്തെ പൊതുവെ കുറച്ച് ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇഷ്ടം കേട്ടോ. ചെറിയ ടെക്സ്ചർ ഇങ്ങനെ ഒരു കള്ളി ഡിസൈനൊക്കെ ഇതിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണുന്നുണ്ടോ? അതേപോലെ ഇതിനൊക്കെ കുറച്ചും കൂടെ കുറച്ചൊരു ഹൈറ്റോ തോന്നില്ല. ഇത് കുറച്ചും കൂടെ ഒരു വീതിയിൽ വരുന്നൊരു മോഡലാണ് കേട്ടോ. ഇപ്പൊ കളർ കളർ കേട്ടോ. ഇതെന്താ കളറ്? പിങ്കോ? പിങ്കോ നീ എന്താണ് കിടക്കുന്നേക്കാ? വിങ്കല്ല. പിന്നെന്താ? നീല. കറക്റ്റ് ആണ്. ഇതേപോലെ പിന്നെ ഇതില് നമുക്ക് കുറെ കളറുകൾ തിരിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള ബാഗിന്റെ സ്പേസിന് 3 എണ്ണാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലായിട്ട് വേറൊരു സിപ്പ് പോക്കറ്റും കൂടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു ബാഗിന്റെ ഉള്ളിലത്തെ അവസ്ഥ. ബാക്കിലായിട്ടും ഒന്നും വേറെ കള്ളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം നന്നായിട്ടുണ്ട് ഈ ഒരു ബാഗ്. വളരെ രസമുണ്ട്. ഇതിൽ നമുക്ക് മിക്കെണ്ണത്തിലും എനിക്ക് തോന്നുന്നു ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ലെവിന്റെ ബാഗ് ഉണ്ടല്ലോ, അതിലധികം കളേഴ്സ് ഒന്നും കാര്യമായിട്ടില്ല കേട്ടോ. ഈ ഒരു ബാഗിന് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് റേറ്റ് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തതിനെക്കാളും കുറവായിരുന്നു. ഒരു 50 രൂപയായിട്ടാണ് ഇപ്പം നോക്കുമ്പോൾ, രാവിലെ നോക്കുമ്പോൾ റേറ്റ് 400 സംതിങ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റേറ്റ് കാണിക്കുന്നത് 392 രൂപ കേട്ടോ. ഒരുപാട് റേറ്റ് പ്രൈസിൽ കുറവ് വരുന്നുണ്ട് ഈ ഒരു ബാഗിന്റെ കേസിൽ. ഓഫറിന്റെ സമയങ്ങളാണ് ഈ ഇത്രയും ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഒരു ബ്രൗൺ കളർ ആ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ബാഗാണ്. ഇത് നമ്മുടെ ഫോസ്റ്റലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു ബാഗാണ് കേട്ടോ. ബാഗാണ്. വേറൊരു മെറ്റീരിയലാണ്. ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. ഈ ഒരു കളർ നന്നായിട്ടുണ്ട്. ഞാൻ ആ ഒരു ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു മുന്തിരി കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറിലാണ് ഈ ഒരു ബാഗ് വരുന്നത്. ഫോസ്റ്റലോസ് വുമൺ വീഗൻ ലെതർ ഫ്ലോറൻസ് ഹാൻഡ് ബാഗ് ആണ്. ഷോൾഡർ ഹോബോ പാക്ക് ലേഡീസ് പുൾസ് ലാർജ്. ഇതിൽ നമുക്ക് മെറൂൺ കളറ്, അതേപോലെ തന്നെ ടാൻ കളറ്, പിന്നെ ലൈറ്റ് പിങ്ക് കളറിൽ വരുന്നുണ്ട്, ഗ്രേ കളറ്, ബ്ലൂ കളറ്, ഗ്രീൻ കളറ്, അങ്ങനെ ഇത്രയും കളർ ഓപ്ഷൻസ് ആണ് ഈ ഒരു ബാഗിൽ വരുന്നത്.
ഇതിനൊക്കെ റേറ്റ് കുറവുണ്ട് കേട്ടോ. ഓഫർ നോക്കി എടുക്കുക. ഇപ്പം 603 രൂപയാണ് ഈ ഒരു ബാഗിന്റെ റേറ്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനിപ്പോൾ ഞാൻ രാവിലെ നോക്കുന്ന സമയത്ത് 669 രൂപ 666 രൂപയായിരുന്നു കേട്ടോ. അപ്പൊ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നോക്കിയിട്ട് എപ്പോഴാണോ കുറവ് വെച്ചാൽ ആ ഒരു ടൈമിൽ എടുക്കും കേട്ടോ. നല്ല ബാഗാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ബട്ടൺ അങ്ങനത്തെ ഒരു കള്ളിയാണ് ഇവിടെ വരുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇതിൽ രണ്ട് സിപ്പ് പോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. ഒന്നിവിടെ ഒന്നിതിൽ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിലെ പേപ്പറാണ് എടുത്ത് വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചെറിയ സിപ്പ് ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. പിന്നെ ഉള്ളിൽ നമുക്ക് പൊതുവെ ബാഗിനുള്ളിൽ കാണാൻ ഒരു 2 സ്പേസ് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു കള്ളി എടുത്തിട്ട് തന്നെ 2 സെപ്പറേറ്റ് ആക്കണം. അതേപോലെ തന്നെ 2 കള്ളികൾ വേറെ വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഇവിടെ കൊടുത്തിട്ടില്ല ഒരു ബട്ടന്റെ. അതേപോലെ തന്നെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ടും ഇങ്ങനത്തെ ഒരു ബട്ടൺ വെച്ചിട്ട് ഒരു കള്ളിയും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കള്ളിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബാഗാണ്. കുറെ സാധനങ്ങൾക്ക് തരം തിരിച്ചു വെക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിൽ കേട്ടോ. ഇതൊരു ഏകദേശം ഒരു പൊക്കവും വീതിയൊക്കെ ഏകദേശം ഒരു കറക്റ്റ് ആയിട്ടുള്ള പോലത്തെ ഒരു ബാഗാണ്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ബാഗ് കൂടെ കാണിക്കാം അല്ലേ. ഇതും ഈ ഒരു ലെവിന്റെ തന്നെ ഒരു ബാഗാണ്. ഒരു ടാൻ കളറിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ നമുക്ക് വേറെ കളേഴ്സ് ഏതെങ്കിലും 2-3 കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 799 രൂപ അങ്ങനെ എന്താണ് കറക്റ്റ്. ഇതിൽ നമുക്ക് 799 രൂപയാണ് ഇതിന്റെ റേറ്റ് കാണിക്കുന്നത്. ഇത് കുറച്ചൊരു ടോൾ ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. കുറച്ചധികം നല്ല വലിപ്പമുള്ള ഒരു ബാഗാണ്. ഇതിൽ നമുക്ക് ഈ ഒരു ടാൻ കളർ, അതേപോലെ തന്നെ ഓറഞ്ച്, പിങ്ക്, ബ്ലാക്ക്, റെഡ്, ഗ്രേ കളർ, ബ്ലൂ കളർ, നേവി ബ്ലൂ, ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതും ആ ഒരു ഫോക്സ് ലെതർ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്കിങ്ങനെ വലിയൊരു ഒറ്റ ഒരു കള്ളിയായിട്ടാണ് ഈ ഒരു ബാഗിൽ വരുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ സാധനങ്ങൾ കൊള്ളു കേട്ടോ. ഇതിന്റെ ബാക്കിലായിട്ട് കണ്ടു നല്ല വീതി വരുന്നുണ്ട്. ഇത്രയും നമുക്ക് ഇവിടെ വീതി കൂടുതൽ നമുക്ക് അത്രയും സാധനങ്ങൾ അതിൽ കൊള്ളു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഉള്ളിൽ ഒരു സിപ്പ് പോക്കറ്റ്, പിന്നെ ഉള്ളിൽ ഇവിടെ ഒരു സിപ്പ് പോക്കറ്റ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ 2 കള്ളിയിലായിട്ട് വേറെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലൊരു സിപ്പ് പോക്കറ്റും കൂടെ വരുന്നുണ്ട്. ഇതും കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ആക്കാൻ വേണ്ടി പറ്റുന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. പക്ഷെ കുറച്ചുണ്ടോ നല്ല വലിപ്പമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വലിയ ബാഗാണ് നോക്കണമെങ്കിൽ നമുക്ക് ഇത് പറ്റും. അത്യാവശ്യം നല്ല തന്നെ വലിപ്പം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബാഗ് ഈ ഒരു ബാഗ് തന്നെയാണ്. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മളുടെ ഈ ഒരു വിസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ബാക്ക് പാക്ക് ബാഗാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കോളേജിലേക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബാഗാണ്. ഇതിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടാം. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ബാക്കിലായിട്ടതാണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ബാഗിന്റെ കള്ളി ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇത്രയും സ്ഥലത്താണ് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്നത്. അതിന്റെ ഉള്ളിൽ വേറെ കള്ളിയില്ല. പക്ഷെ ഇവിടെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേറെ സിപ്പ് പോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കിത് എക്സ്ട്രാ ഇങ്ങനത്തെ ഒരു വള്ളിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഹുക്കും കൂടെ ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്ക് 1 സൈഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിലേക്ക് ഇടാം. അല്ലാണ്ട് ഇങ്ങനെ 1 സൈഡായിട്ട് ഇങ്ങനെ ഇടുമോ, ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു ബാഗിന് 1400 സംതിങ് ആണ്. 1439 അങ്ങനെയൊക്കെയാണ് ഇതിന്റെ റേറ്റ് ഞാൻ എടുത്തപ്പോൾ ഉള്ളത്. ഇപ്പൊ ഞാൻ നോക്കിയ സമയത്ത് 1200 സംതിങ് ആണ് ഈ ഒരു ബാഗിന്റെ റേറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പം കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബ്രാൻഡ് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ 1400 റേറ്റ് എനിക്ക് നമ്മൾ റേറ്റ് കൊടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം അത് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് പുതിയ ബാഗുകൾ എന്ന് പറയുന്നത്. ഒന്നും അത്യാവശ്യം കുഴപ്പം പറയാനൊന്നുമില്ല. കാണുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് എല്ലാത്തിനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പോൾ ക്ലാസ് പോകുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അല്ലാണ്ടൊക്കെ പുറത്തു പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ഈ മെയിനായിട്ട് എനിക്ക് ഇങ്ങനത്തെ ബാഗ് ആവശ്യമായിട്ട് വരുന്നത് മിച്ചുനെ കൊണ്ടൊക്കെ പുറത്തു പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിലോ അല്ല അവർക്ക് വെള്ളമൊക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം വലിയൊരു ബാഗ് വേണം. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ വലിയ ബാഗാണ് കേട്ടോ. പിന്നെ എവിടെയെങ്കിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാറുണ്ടല്ലോ, അപ്പം അങ്ങനെ കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ പുറത്ത് ടൂറൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു ബാഗ് കൂടെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മേടിക്കാന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തു കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പറ ബൈ, ഞങ്ങൾ പിന്നെ വരാ പറ ടാറ്റ പറ.